ഇത്രയധികം കണ്ടന്റ് ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് അതിപ്പോൾ ന്യൂസിന്റെ ഫോമിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ റീൽസും ഷോർട്സും കണ്ടുപോകുമ്പോൾ തന്നെ ഓരോ മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് വെച്ച് നമ്മൾ അത്ര അധികം കാര്യങ്ങളാണ് നമ്മുടെ തലയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നത് ബേസിക്കലി സർവൈവലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെയാണ്. അപ്പം നമ്മുടെ സർവൈവലിന് ത്രെട്ട് ഉണ്ടാക്കുന്ന വയലൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വാർത്തകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രെയിൻ അതിനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. അത് നമുക്ക് ഗ്രാജുവലി, നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും ഇത് നമ്മൾ പോലും അറിയാണ്ട് നമുക്കൊരു ആങ്സൈറ്റി അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആലോചിച്ചെടുക്കും, ഇത്തരം സാധ്യതകളൊക്കെ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ സർവൈവലിന് ഒരു ത്രെട്ട് ഉണ്ടാവാത്ത തരത്തിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണമല്ലോ, അതിനുള്ളൊരു മുൻകരുതൽ എന്നുള്ള തരത്തിൽ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് നെഗറ്റീവായിട്ടുള്ള വാർത്തകളും ന്യൂസും ഒക്കെ ഇങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ മാനസികാരോഗ്യത്തെ വേറൊരു തരത്തിൽ ബാധിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും അത് റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ബാലൻസ് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ടൊരു സമയം വെക്കുക. നമ്മളിപ്പോൾ എല്ലാ ഡേ ഫുള്ള് നമ്മൾ ന്യൂസ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വാശി പിടിക്കാതെ അതിന് വേണ്ടിയിട്ടായിട്ട് കൃത്യമായിട്ടൊരു സമയം വെക്കുക. അതുപോലെ നമ്മൾ ബെഡ് ടൈമിന് അല്ലെങ്കിൽ ഉറങ്ങാനൊക്കെ പോകുന്നതിന് മുൻപ് നമ്മൾ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകളിലേക്ക് അധികം എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾ കൺസ്യൂം ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടന്റുകൾ അത് വീട്ടിൽ നമ്മൾ എത്ര ലൗഡായിട്ട് വെക്കണം, അല്ലെങ്കിൽ അവരെന്തിലേക്കൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഓൾസോ ഒരു ഡിജിറ്റൽ ഡീടോക്സ് ഒക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കാവുന്ന പ്രായമായ സ്ത്രീകളുടെ മാനസികാരോഗ്യം നമ്മൾ എത്രത്തോളം കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും അവർ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ നമ്മുടെ ലൈഫും തിരക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇതിപ്പോൾ മക്കളായാലും മരുമക്കളായാലും ബാക്കിയുള്ള കുടുംബാംഗങ്ങളായി കഴിഞ്ഞാലും ഒക്കെ അത്ര അധികം ഒരു ഇമ്പോർട്ടൻസ് അവരത്ര ഓക്കെ ആണെന്നുള്ള പോയി ഒരു അന്വേഷണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയമാണ്. ആൻഡ് ഓൾസോ ഇപ്പൊ നമുക്കറിയാം ഈ എംപ്റ്റിനെസ് സിൻഡ്രോം എന്നുള്ള വാക്ക് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. മക്കളെ വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഒരു സമയം വരെ എല്ലാം അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രൈമറി ഉദ്ദേശം അവരെ വളർത്തുക എന്നുള്ളൊരു പോയിന്റിലായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മിക്കപ്പോഴും. അത് കഴിഞ്ഞിട്ട് മക്കളൊക്കെ അവരുടെ ലൈഫായിട്ട് ഒരു മൂവ് ഓൺ ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ വീട് ശൂന്യമാവുന്നു. പിന്നെ എന്താണ് ലൈഫിന്റെ പർപ്പസ് എന്നുള്ള അറിയാതിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു സമയം ആകുമ്പോഴേക്കും സോഷ്യൽ ലൈഫും കുറേയൊക്കെ കട്ടായിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ഈ മെനോപോസ് ആവുന്നത് കൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഹോർമോണൽ വ്യതിയാനങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സമയത്ത് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, മനുഷ്യൻ സാമൂഹിക ജീവിയാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞാലും നമ്മൾ ഈ ഒരു അണുകുടുംബത്തിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് ഒതുങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും എന്തെങ്കിലും ഒരു വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് ഈ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ മിക്കപ്പോഴും നടക്കുക. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ലോകത്തെ തിരക്കിൽ മുഴുകിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു എൽഡർലി ആളുകൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. കുറച്ചും കൂടെ ഈ സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള കുറേ എഫേർട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും വീട്ടിലുള്ള പ്രായമായ സ്ത്രീകളുടെ മാനസികാരോഗ്യം അത് നമ്മൾ കൃത്യമായി പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ സെൻറ്ററിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും കേസസ് കേൾക്കാറുണ്ട്. മക്കൾ പറയാറുണ്ട്, അമ്മയ്ക്ക് അടുത്ത കാലത്തായിട്ട് നല്ല വ്യത്യാസമുണ്ട്, എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡിപ്രഷനൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമാണ് വീട്ടിലുള്ള മുതിർന്ന ആളുകളുടെ മാനസികാരോഗ്യം. സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഓഫ് പേരൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻ നമ്മളെ പേരന്റ് ചെയ്ത പല രീതികളും നമുക്കിപ്പോൾ നമ്മുടെ കുട്ടികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടിക്കലല്ല റൈറ്റ് ആയിട്ടുള്ള രീതി എന്ന് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമ്മൾ ഈ കുട്ടീനെ ഒരു ബൗണ്ടറി ഇല്ലാതെയാണ് വളർത്തുന്നത്. കുട്ടിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു, കുട്ടിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു, പേരൻസ് അതിനൊത്ത് നിന്നു കൊടുക്കുന്നു എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് പാരന്റിങ് അല്ലെങ്കിൽ ജെന്റൽ പാരന്റിങ് എന്നൊക്കെ ഉള്ള ആശയങ്ങളിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
ബൗണ്ടറി ഇല്ലാതെ കുട്ടികളെ വളർത്തുക എന്നുള്ളതല്ല, തീർച്ചയായിട്ടും അവരെ ഗൈഡ് ചെയ്യേണ്ടവർ, അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടവർ, അവരെ തിരുത്തി കൊടുക്കേണ്ടത് ഒക്കെ പേരൻസ് ആണ്. അപ്പോൾ ഈ റോൾസൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും അത് കുട്ടിക്ക് ഒരു ലോങ് ടൈമിൽ ഒരു ഹാം ഉണ്ടാവാത്ത തരത്തിൽ, അതിൻ്റെ മാനസിക ആരോഗ്യത്തെ ബാധിക്കാത്ത തരത്തിൽ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനിയത്തെ കാലത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ അത് സയൻറ്റിഫിക്കലി അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ടല്ല നമ്മൾ ശരിക്കും ഒരാളെ കറക്റ്റ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായിട്ട് നമുക്ക് ജനറൽ പാരൻറ്റിങ്ങിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് പാരൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് കണക്ട് ബിഫോർ യു കറക്റ്റ് എന്നുള്ളത്. നമ്മൾ കുട്ടിയായിട്ടൊരു കണക്റ്റിൽ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതും കുട്ടിയെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് കുറ്റം ആരോപിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്തരത്തിലുള്ളൊരു പേരൻറ്റിങ് അപ്രോച്ച് ആണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും എന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജനറൽ പാരൻറ്റിങ് ഒന്നും ഇന്ത്യൻ കുട്ടികൾക്ക് പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. ഡെഫിനറ്റ് ആയിട്ടും ഞാൻ അതിനോട് ഒട്ടും യോജിക്കാത്തൊരു കാര്യമാണ്. പിന്നെ എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. ഒരു കുട്ടിയോട് ചിലപ്പം 4 വട്ടം നോ പറയുമ്പോഴായിരിക്കും കുട്ടി അത് ഒരു പ്രാവശ്യം വെക്കുന്നത്. വേറൊരാളോട് ഒറ്റ വട്ടം നോ പറഞ്ഞാൽ ആൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്, ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് പേരൻറ്റിങ് നല്ല എഫേർട്ടുള്ള കാര്യമാണ്. അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ മാറ്റി നിർത്തി ബ്ലെയിം ചെയ്യല്ല വേണ്ടത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മെസ്സാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വേൾഡിൽ അവർ ജീവിക്കുമ്പോൾ അത്രയധികം അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ആസ് എ പേരൻറ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഗിൽറ്റ് ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു പേഴ്സണൽ ടൈമും സ്പേസും ഒക്കെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഉപദേശിക്കാൻ ഒരു റൈറ്റ് ആള് എന്ന് എന്നെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ കുട്ടികളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് എനിക്ക് എന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് പോകേണ്ടി വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലത്തെ ഗിൽറ്റ് ഞാനും അനുഭവിക്കാറുണ്ട്. അത് ഈ മോമീസ് ഗിൽറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗിൽറ്റൊക്കെ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ച് സോഷ്യൽ കണ്ടീഷനിങ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. നമ്മളിൽ നിന്ന് ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ കൂടെയുള്ളവർ പറഞ്ഞാൽ പോലും അതെൻ്റെ ഉത്തരവാദിത്വം അല്ലേ എന്ന കാലങ്ങളായിട്ടുള്ളൊരു സോഷ്യൽ കണ്ടീഷനിങ് നമ്മുടെ തലയിലുണ്ട്. ആൻഡ് ഓൾസോ അതിനകത്ത് ചില ബയോളജിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. ബേസിക്കലി നമ്മൾ സ്ത്രീകൾ നർച്ചറേഴ്സ് ആണ്. പ്രകൃതിയായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ടേക്ക് കെയർ ചെയ്യേണ്ട പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉള്ളത് സ്ത്രീകൾക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏർജ് എപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികളെ ആയാലും നമ്മുടെ ആ ഒരു സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഏർജ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊന്ന് ആ റെസ്പോൺസിബിലിറ്റി ഒരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഗിൽറ്റൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫുൾ എനർജിയിൽ ഇവർക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ സ്നേഹമായാലും സന്തോഷമായാലും മറ്റൊരാൾക്കത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ അത് ഉണ്ടാവണം. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കണ്ടുപിടിക്കുന്നതിൽ വെർജീനിയ വൂൾഫിൻ്റെ വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്നത്. അപ്പം അവനവന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ്, ആ ഒരു സന്തോഷത്തിനുള്ള ഇടങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനകത്ത് ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് സന്തോഷം അതുപോലെ സമാധാനമുള്ള ഒരു സ്ത്രീത്വം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമായിട്ടത് മാറട്ടെ. ആൻഡ് ഓൾസോ നല്ല മാനസികാരോഗ്യമുള്ള ഇമോഷണൽ വെൽബീയിങ് ഉള്ള സ്ത്രീകളായിട്ട് ഓരോരുത്തരും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ് ഈ വനിതാ ദിനത്തിൽ.